കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 28 ശ്ലോകം 37 ചെയ്തു. നമ്മളതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ ശരിക്കും ഈ അദ്വൈത ശക്തി മാത്രമേ ഉള്ളൂ. ആ ശക്തി തന്നെയാണ്, ആ പരമാത്മ ചൈതന്യം തന്നെയാണ് എല്ലാ ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് പോലും എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഈ പഞ്ചഭൂതാത്മകവും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതും വിവിധ നാമരൂപങ്ങളോട് കൂടിയതും ആയിട്ടുള്ള ഈ ദൃശ്യപ്രപഞ്ചത്തിലത്തെ എല്ലാ വസ്തുക്കളും ദൃശ്യപ്രപഞ്ചം അങ്ങനെ തന്നെയും ഇതൊക്കെ ഈ ദ്വൈതാവസ്ഥ നമുക്കുണ്ട് തോന്നുന്നുണ്ടല്ലോ. അത് പല 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 നാമരൂപങ്ങളിൽ പല പല കാര്യങ്ങൾ നമ്മളെ ദേഹം അടക്കം ഉണ്ടെന്ന് തോന്നുന്നത് മിഥ്യ അല്ലാന്ന് ചില പണ്ഡിതരെന്ന് അഭിമാനിക്കുന്നവർ പറയുന്നുണ്ടെങ്കിൽ അത് ബേസ്ലെസ് ആയിട്ടുള്ള ഒരു വാദമാണ്, വ്യർത്ഥവും യാതൊരു ആധാരവും ഇല്ലാത്ത ഒരു വാദമാണ്. അത് കാരണം ഇതല്ലാതെ വേറെ ഇവിടെ ഒന്നുമില്ല. അതേ നമുക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ അജ്ഞാനാണ്, അല്ലാണ്ട് ശരിക്കുള്ളതല്ല. കയറിൽ പാമ്പിനെ തോന്നുന്ന പോലെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സ്വപ്നം ശരിയാണെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? സ്വപ്നം കണ്ടു ഉണർന്ന ഒരാൾക്ക് ഉറപ്പുണ്ട് സ്വപ്നം മിഥ്യയായിരുന്നു എന്ന്, അല്ലേ? അയാൾ പക്ഷെ പറയുകയാണ് സ്വപ്നം ശരിയായിരുന്നു, ശരിക്കുള്ളത് തന്നെയായിരുന്നു എന്ന് പറയണ പോലെ വിഡിത്താണ് ഏത്? നമുക്ക് ആത്മാവല്ലാതെ എന്തെങ്കിലും ഇവിടെ രണ്ടാമതൊരു വസ്തു ഉണ്ടെന്ന് പറയണത് പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്നവരുടെ വളരെ വ്യർത്ഥമായിട്ടുള്ള ഒരു തരം വാദമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് 38 വായിക്കാം. യോഗിനോപക്വയോഗസ്യ അപക്വം ചാൽ നോട്ട് മെച്ചുവേർഡ് യുഞ്ജതക്കായ ഉദ്ധിതൈ ഉപസർഗൈർവിഹന്യേതാ തത്രായം വിഹിതോ വിധിഃ. എന്താണ് 38 നമുക്ക് പറയണം, നോക്കാം. അപക്വയോഗസ്യ യോഗം ശരിയായിട്ട് അറിയാത്തവനും അല്ലെങ്കിൽ മെച്ചുവേർഡ് യോഗി അല്ലാത്തവനും, ശരിക്കും മെച്ചുവറിറ്റി ഒന്നുമില്ല, ശരിക്കും യോഗം അറിയാത്തവനും യുഞ്ചത പക്ഷെ യോഗാഭ്യാസം എന്നാൽ ചെയ്യുകയും ചെയ്യും. അതായത് ശരിക്കും മനസ്സിലാക്കാതെ ഓരോ സിദ്ധികൾ കിട്ടാൻ വേണ്ടിയിട്ടേ യോഗിയുടെ കായ ശരീരം ഉത്ഥിതൈഹി ഉപസർഗൈഹി അതിനിടയിൽ ഉണ്ടാകുന്ന രോഗം മുതലായ വിഷമങ്ങളാൽ വിഹന്യേത നശിപ്പിക്കപ്പെടുന്നുവെങ്കിൽ തത്ര അപ്പോൾ അയം വിധിവിഹിത പറയുവാൻ പോകുന്ന പരിഹാരം ചെയ്യപ്പെടണം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. എന്താണെന്നോ ഇതിൽ പറയണത്, ഭഗവാൻ യോഗം അഭ്യസിക്കുമ്പോൾ അത് വേണ്ട പോലെ യോഗം അഭ്യസിക്കാൻ അറിയാത്തവർ യോഗം ചെയ്യുമ്പോൾ ആ യോഗം കൊണ്ട് എന്തെങ്കിലും ഒരു സിദ്ധി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും രോഗമൊക്കെ വന്നിട്ട് മുമ്പോട്ട് പോവാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ എങ്ങനത്തെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഭഗവാൻ ഇതിൽ പറയാൻ പോണത്. അതായത് യോഗം അനുഷ്ഠിക്കുന്നവർക്ക്, അതായത് എന്താ വെച്ചാൽ അപക്വമതികളായിട്ടുള്ള, അതായത് ശരിക്കും വേണ്ട പോലെ യോഗമൊന്നും അനുഷ്ഠിക്കാൻ അറിയാത്ത യോഗിമാർക്ക് ചിലപ്പോൾ ചില സിദ്ധികളൊക്കെ ഉണ്ടാവും. അതൊന്നും ശരിക്ക് പറയാച്ചാൽ ആത്മസാക്ഷാത്കാരത്തിന് സഹായിക്കാത്തതാണ്. അതൊക്കെ ശരിക്കും നമ്മുടെ സത്യമായിട്ടുള്ള അനുഭവത്തിന് തടസ്സമായി നിൽക്കും. അപ്പോൾ ഇതിലെന്താണ് പറയണ വെച്ചാൽ, വേണ്ടത്ര മെച്യൂരിറ്റി ഇല്ലാത്ത യോഗിയുടെ ശരീരം, അതായത് അത്ര പുരോഗമിച്ചിട്ടുമില്ല, അങ്ങനത്തെ അത്ര വേണ്ടത്ര മെച്യൂരിറ്റി വന്നിട്ടില്ലാത്ത യോഗിയുടെ ശരീരം, ആ ശരീരത്തിലുണ്ടാകുന്ന പല പല വിഷമങ്ങൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനെപ്പോൾ പ്രതിവിധി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഇനി പറയണം കേട്ടോ. കാരണം സിദ്ധികളെയൊന്നും വലിയ കാര്യമായിട്ട് കരുതരുതെന്ന് ഇനി പറയും.
യോഗിനോപക്വയോഗസ്യ യുഞ്ജതക്കായ ഉത്ഥിതൈ ഉപസർഗൈർവിഹന്യേത തത്രായം വിഹിതോ വിധിഃ. യോഗധാരണയാ കാംശ്ചിദാസനൈർധാരണാന്വിതൈഃ തപോ മന്ത്രൗഷധൈഃ കാംശ്ചിദുപസർഗാൻ വിനിർദഹേത്. 39. യോഗസാധന അല്ല യോഗധാരണയാ കാംശ്ചിത്, അതായത് യോഗം കൊണ്ട് യോഗത്തിൽ പുരോഗമിച്ചിട്ടേ കാംശ്ചിത് ക്രമത്തിൽ നമുക്ക് ചൂടിനെയും തണുപ്പിനെയും ദുഃഖത്തിനെയും ഒക്കെ തരണം ചെയ്യാൻ ധാരണാന്വിതൈഹി, ഈ വായുവിൻ്റെ സഞ്ചാരത്തിനെ നിയന്ത്രിച്ചിട്ടൊക്കെ ശീത ഉഷ്ണ ദുഃഖ സുഖദുഃഖങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനേ ആസനൈഹി ആസനങ്ങളാൽ കാംശ്ചിത് വാദം മുതലായ രോഗങ്ങളെയും തപോ മന്ത്രൌഷധൈഹി തപസ്സുകൊണ്ടും മന്ത്രങ്ങൾ കൊണ്ടും ഔഷധങ്ങൾ കൊണ്ടും ഉപസർഗാൻ പാപങ്ങൾ ഗ്രഹങ്ങളുടെ പീഡ സർപ്പം മുതലായവയാൽ ഉപദ്രവങ്ങളെയും വിനിർദഹേത് നശിപ്പിക്കണം എന്ന്. അതായത് എങ്ങനെ നമുക്ക് മുമ്പിലേക്ക് യോഗാനുഷ്ഠാനം എങ്ങനെ മുമ്പിലേക്ക് പോകാമെന്നൊക്കെയാണ്. അതായത് ഇപ്പം നമ്മളിങ്ങനെ ഒരു യോഗിക്ക് ചില ഉപദ്രവങ്ങൾ ദേഹത്തിനുണ്ടാവുമ്പോൾ അതിലത്തെ ചില ഉപദ്രവങ്ങളെ സൂര്യനെയോ ചന്ദ്രനെയോ ഒക്കെ ധ്യാനിച്ചാൽ പോവും. നമ്മൾ പറയുമല്ലോ, സൂര്യനെ ധ്യാനിച്ചാൽ കണ്ണിൻ്റെ വേദനയൊക്കെ മാറും, കണ്ണിൻ്റെ അസുഖങ്ങൾ മാറും. ചന്ദ്രനെ ആരാധിച്ചാൽ മനസ്സിൻ്റെ ശക്തിയില്ലായ്മയും ചാഞ്ചല്യവും ഒക്കെ മാറും എന്നൊക്കെ പറയും. അതാണ് പറയുന്നത്. ചില ഉപദ്രവങ്ങളൊക്കെ സൂര്യനെയോ ചന്ദ്രനെയൊക്കെ ധ്യാനം ചെയ്ത് നീക്കാം. ചിലത് പ്രാണവായുവിനെ നിയന്ത്രിച്ചിട്ട് ചിലതൊക്കെ നമുക്ക് ചില വിഷമങ്ങളൊക്കെ വാതത്തിനെയൊക്കെ പ്രാണവായുവിനെ നിയന്ത്രിച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ വേറെ ചില ഉപദ്രവങ്ങളെയൊക്കെ തപസ് മന്ത്രം പിന്നെ ശരിക്കും തന്നെ മരുന്ന് കഴിച്ചിട്ട് ഒക്കെ ബാക്കി ചില ദേഹത്തിന് ഈ യോഗം അനുഷ്ഠിക്കുന്ന ആളുടെ ഉപദ്രവങ്ങളെ ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതാണതിൽ പറഞ്ഞത് കേട്ടോ ഭഗവാൻ. അതായത് നമുക്ക് ഈ യോഗ അനുഷ്ഠാനത്തിന് ഒരു എന്താ പറയുക വിഘ്നം വരുമ്പോൾ തടസ്സങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെ അതിനെ മാറ്റാം എന്നൊക്കെയാണ്. സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുക, പ്രാണവായുവിനെ നിയന്ത്രിച്ച് പ്രാണായാമം കൊണ്ട്, പിന്നെ പല പല ആസനങ്ങൾ ഉപയോഗിച്ചിട്ട് വേദനകളൊക്കെ മാറ്റാൻ, പിന്നെ തപസ് മന്ത്രം, പിന്നെ മരുന്ന്, ഇതുകൊണ്ടൊക്കെ നമുക്ക് പല ഗ്രഹപ്പിഴകളും, അതായത് ഗ്രഹങ്ങളുടെ നില നല്ലതല്ല അങ്ങനത്തെ സർപ്പത്തിൻ്റെ ഉപദ്രവം അങ്ങനെയൊക്കെ പലതുകൊണ്ടും മന്ത്രങ്ങളെ കൊണ്ട് മരുന്നുകളെ കൊണ്ടൊക്കെ മാറ്റാം എന്ന് പറയണം, അല്ലെങ്കിൽ നീക്കാം എന്ന് പറയണം. യോഗധാരണയാ കാംശ്ചിദാസനൈർധാരണാന്വിതൈ തപോ മന്ത്രൌഷധൈഃ കാംശ്ചിദുപസർഗാൻ വിനിർദഹേത്. 40. കാംശ്ചിൻ മമാനുധ്യാനേന നാമസങ്കീർത്തനാദിഭിः യോഗേശ്വരാനുവൃത്യാവാ ഹന്യാദശുഭദാൻ ശനൈഃ. പിന്നെയോ മമ അനുധ്യാനേന എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ടും നാമസങ്കീർത്തനം മുതലായവ ചെയ്തുകൊണ്ടും കാംശ്ചിത് കാമം ക്രോധം മുതലായവയെയും അശുമാൻ അതായത് ദുഃഖത്തിന് കാരണമായിട്ടുള്ള അഹങ്കാരം കാമക്രോധ ലോഭമത് മോഹം മുതലായവയെ യോഗേശ്വരാനുവൃത്യാച യോഗേശ്വരന്മാർക്ക് അതായത് വലിയ വലിയ മഹാത്മാക്കളെ ശുശ്രൂഷിച്ചുകൊണ്ടും അനുവൃത്യാച അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസോടുകൂടി ജീവിച്ചാലും ശനൈഹി പതുക്കെ ഹന്യാത് നശിപ്പിക്കേണ്ടതാകുന്നു. അങ്ങനെ വേണം മുമ്പിലേക്ക് പോകാൻ എന്ന് പറയാണ്. അതായത് ഇപ്പോൾ ദേഹത്തിൻ്റെ ഉപദ്രവങ്ങൾ മാത്രമല്ലല്ലോ, അല്ലാതെ അതായത് എന്നെ നിരന്തരം ധ്യാനിക്കുന്നത് കൊണ്ടും, അതാണ് ഭഗവാൻ പറയുന്നത്, എന്നെ ധ്യാനിച്ചാൽ തന്നെ കുറേ മനസ്സ് ശുദ്ധാവും. അപ്പോൾ എന്നെ എപ്പോഴും ധ്യാനിക്കുന്നത് കൊണ്ടും നാമസങ്കീർത്തനങ്ങൾ ധാരാളം ചെയ്തുകൊണ്ടും വലിയ വലിയ യോഗീശ്വരന്മാരുടെ ഉപദേശം അനുസരിച്ചിട്ട് ഓരോ അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടും മറ്റ് പല അശുഭങ്ങളെയും നമുക്ക് പതുക്കെ ഇല്ലാതെയാക്കാം എന്നാണ് പറയുന്നത്. പതുക്കെ അതൊക്കെ വഴിയുണ്ട്. ഈ യോഗ അനുഷ്ഠാനത്തിൽ നമുക്ക് പുരോഗമിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അതിനെ
വിഘ്നങ്ങളെ നീക്കാൻ പല പല വഴിയുണ്ടെന്ന് പറയണം. കാശ്ചിൻ മമാനുധ്യാനേന നാമസങ്കീർത്തനാദിഭി യോഗേശ്വരാനുവൃത്യ, യോഗേശ്വരന്മാരെ ഫോളോ ചെയ്യാന്നർത്ഥം. അവർ പറയണത് ഹന്യാദ് അശുഭദാൻ ശനൈഹി, പതുക്കെ പതുക്കെ മഹാപുരുഷന്മാരെ സേവിച്ചിട്ടും നമുക്ക് പിന്നെ അപ്പം നമ്മുടെ അതായത് മനസ്സ് ശുദ്ധമാവാനേ, കാമക്രോധ ലോഭ ഈ ഷഡ്വൈരികളെയൊക്കെ അകറ്റാനൊക്കെ പല സൂത്രങ്ങളുമുണ്ട്, അല്ലെങ്കിൽ പല ഉപായങ്ങളുണ്ടെന്ന് പറയണം. എന്നെ ധ്യാനിക്കുക, നാമസങ്കീർത്തനങ്ങൾ ചെയ്യുക, വലിയ വലിയ യോഗീശ്വരന്മാരുടെ വാക്കുകൾ കേട്ട് അവർ പറയുന്നതൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ആയാൽ നമ്മുടെ ഈ ഷഡ്വൈരികളെയൊക്കെ നീക്കാം. ഇനി കേചിദ്ദേഹമിമം ധീരാഹ സുകൽപ്പം വയസി സ്ഥിതം വിധായ വിവിധോപായൈരഥ യുഞ്ജന്തി സിദ്ധയേ. കേചിത് ധീര, ചില നല്ല ധീരന്മാർ, അതായത് ബുദ്ധിയുള്ളവർ, ധീ പറഞ്ഞാൽ അപ്പോൾ അവിടെ ബുദ്ധിയുള്ളവർ കേട്ടോ. വിവിധോപായൈഹി, പലവിധ ഉപായങ്ങളെ കൊണ്ട് ഇമം ദേഹം, ഈ ശരീരം, സുകൽപ്പം ജരാരോഗം മുതലായ ഇല്ലാതെ, അത് ചില ആൾക്കാർ ഭയങ്കര ശരീരാഭിമാനമുള്ളവരാണെങ്കിൽ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താൻ നോക്കുക. വയസ്സി സ്ഥിരം, യൗവനദശയിൽ വളരെ ദൃഢമായും വിധായ ചെയ്ത് അഥ അതിനുശേഷം സിദ്ധയെ പരകായപ്രവേശം മുതലായ സിദ്ധിക്കുവാനായും യുഞ്ജന്തി. ചിലർ മോക്ഷത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല യോഗാഭ്യാസം ചെയ്യണതേ, നമ്മൾ കാണുന്നുണ്ടല്ലോ. ചിലർ യോഗ ഒക്കെ അനുഷ്ഠിക്കണത് എന്താ അറിയോ, ആരോഗ്യം, ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താൻ. അത് തെറ്റുണ്ടെന്നല്ല, ശരീരം വേണമല്ലോ നമുക്ക് മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കാനും, അത് ശരിയാണ്. പക്ഷേ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഇല്ലാതെ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുക, ശരീരത്തിനെ ഭംഗിയാക്കുക, അത് മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നവർ ചിലരുണ്ട്. പിന്നെയോ വേറെ ചിലർ അതല്ല, സിദ്ധികൾ കിട്ടിയിട്ട് അത് ഉപയോഗിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. ഇപ്പോൾ നമുക്ക് പരകായ പ്രവേശം എന്ന് പറയും, വേറൊരാളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കടക്കാനുള്ള സിദ്ധി കിട്ടിയാൽ അവർക്കത് ചെയ്യാലോ. അതായത് പല സിദ്ധികളും നമ്മൾ അവനവൻ്റെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കണ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇതിൽ എന്ത് സിദ്ധി കിട്ടിയാലും ഭഗവാൻ പറയുന്നുണ്ട് അതിനെ അവഗണിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. സിദ്ധികൾ നമ്മളിങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ പല സിദ്ധികൾ നമുക്ക് തന്നെ വന്നുകൂടും. നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും സിദ്ധികൾ നമുക്ക് കിട്ടും. ആ സിദ്ധികളെയൊക്കെ അവഗണിച്ച് അതുണ്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കാതെ അത് ഉപയോഗിക്കാതെ മുമ്പിലേക്ക് പോയാലേ മോക്ഷത്തിലേക്ക് എത്തുള്ളൂ. അത് ഉപയോഗിച്ചാൽ ആക്ച്വലി അത് മോക്ഷത്തിലെത്താനുള്ള നമ്മുടെ യാത്രയെ ഒരുപാട് തടസ്സപ്പെടുത്തുന്ന. അപ്പോൾ ഇതിൽ പറയണത് എന്താ വെച്ചാൽ പലരും സ്വന്തം കാര്യം നേടാനായിട്ട് സിദ്ധികൾ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അതാണ് പറയണത്. അങ്ങനെ ചില സാധകന്മാർ ഈ പറഞ്ഞ ഉപായങ്ങളൊക്കെ അല്ലെങ്കിൽ വേറെയും പല ഉപായങ്ങൾ ഉപയോഗിച്ചിട്ട് ദേഹത്തിന് നല്ല ആരോഗ്യപൂർണ്ണമാക്കാൻ നോക്കും, നല്ല ചെറുപ്പാക്കി നിർത്താൻ നോക്കും. പിന്നെയോ അരുതാത്ത സിദ്ധി, അതായത് ഈ പരകായ പ്രവേശമൊക്കെ വേറൊരാളുടെ ഉള്ളിലേക്ക് കിടക്കുക, അങ്ങനത്തെ സിദ്ധികളൊക്കെ അവനവൻ്റെ തന്നെ സ്വാർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്നു ചില അവിവേകികൾ. വിവേകമുള്ളവരാരും അത് ചെയ്യില്ല, സിദ്ധികൾ ഉപയോഗിക്കില്ല. ലോക നന്മയ്ക്കാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. സ്വന്തം സുഖത്തിന് വേണ്ടി സിദ്ധികൾ ഉപയോഗിക്കുന്നവർ അവിവേകികൾ തന്നെയാണ്. മാത്രമല്ല മോക്ഷത്തിൽ നിന്ന് അവർ വളരെ അകലേക്ക് തന്നെ വീഴും ചെയ്യും, അധപ്പതിക്കും ചെയ്യും. അതാണ് അതിൽ പറഞ്ഞത്. കേചിത് ദേഹമിമം ധീരാഹ സുകൽപ്പം വയസി സ്ഥിതം വിധായ വിവിധോപായൈരഥ യുഞ്ജന്തി സിദ്ധയേ. അങ്ങനെയുള്ളവരുണ്ട്. അതായത് സ്വന്തം സ്വാർത്ഥ സുഖത്തിനും സ്വന്തം സുഖാനുഭവങ്ങൾക്കും വേണ്ടി സിദ്ധികൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനപ്പോൾ പിന്നെ എന്താണ് ഒരാളോട് പറയണം ഞാൻ എനിക്കിങ്ങനത്തെ സിദ്ധിൻ്റെ കണ്ടോളൂ, ഞാൻ വളരെ ഡിവൈനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ എന്താണ് ആകാശത്തുനിന്ന് പിന്നെ എന്താ പറയുക തുണികൾ വരുത്തുക, അല്ലെങ്കിൽ ഭസ്മം വരുത്തുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പൈസ കിട്ടാനേ, അതായത് ധനം ആർജിക്കാനോ അല്ലെങ്കിൽ അവനവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് സിദ്ധികൾ ഉപയോഗിക്കുന്നതാണ് അരുതാത്തത്. അവരൊരിക്കലും പുരോഗമിക്കില്ല ആധ്യാത്മികമായിട്ടൊന്ന്. 42 നഹി തത് കുശലാദൃത്യം തദായാസോ ഹ്യപാർത്ഥക അന്തവത്വാച്ഛരീരസ്യ ഫലസേവ വനസ്പതേ. 42 തത്, അത് എന്താണ് കുശലദൃത്യം എന്താണ് വിവേകികളാൽ ആദരിക്കപ്പെടുന്നതല്ല. ഇങ്ങനെയൊക്കെ സ്വന്തം സ്വാർത്ഥലാഭത്തിന് വേണ്ടി സിദ്ധികൾ ഉപയോഗിക്കുന്നത് ഒരു വിവേകികളും ആഗ്രഹിക്കില്ല. എന്തുകൊണ്ടെന്നാൽ വനസ്പതേഹേ ഫലസ്യ ഇവ,
മരത്തിൻ്റെ പഴത്തിന് നാശം സംഭവിക്കുന്നത് പോലെ ശരീരസ്യ അന്ധവത്വാത്, ഈ ശരീരത്തിനും അന്തണ്ടേ. വെറുതെ അതിനെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്ത് ഞാനാണ് ആ ശരീരം എന്ന് അഭിമാനിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. പഴം കുറച്ച് കഴിഞ്ഞാൽ പഴുത്തളിഞ്ഞ് നാശിക്കണ പോലെയുള്ളൂ നമ്മുടെ ശരീരവും. ഒരു പരിധി കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ നിൽക്കാൻ പോണില്ല. എത്ര സൂക്ഷിച്ചാലും ഇതുവരെ ഒരാൾ മരിക്കാതിരുന്നിട്ടില്ലല്ലോ. അതാണ് പറയുന്നത്. തദായാസഹ, ആ സിദ്ധിക്കായിക്കൊണ്ട് ചെയ്യപ്പെടുന്ന ഒരു കണക്കിലധികം നമ്മളതിന് പരിശ്രമിച്ചാൽ അപാർത്ഥകാത്, വ്യർത്ഥാണ്. അതായത് നമുക്ക് മോക്ഷത്തിന് ശരീരം ആവശ്യമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടെന്നല്ലാണ്ട് ശരീരത്തിന് വേണ്ടി ശരീരത്തിനെ പോഷിക്കണത് വളരെ വിഡ്ഢിത്താണെന്നാണ് പറയുന്നത്. ഈ ശരീരത്തിനെ, അതായത് വിവേകികളൊന്നും ഈ ശരീരത്തിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വാർത്ഥലാഭത്തിന് വേണ്ടിയിട്ട് സിദ്ധികൾ ഉണ്ടാക്കുന്നത് ഒരു വിവേകികൾക്കും അതിനോട് ആദരവുണ്ടാവില്ല. മരത്തിൻ്റെ കായ പഴുത്തിട്ട് പതുക്കെ വീണ് പോണ പോലെ തന്നെ ഈ ശരീരവും എത്ര സൂക്ഷിച്ചാലും ഒരു സമയം വരുമ്പോൾ നശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രയത്നം വെറും വ്യർത്ഥമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. ഓക്കെ. നഹി തത് കുശലാദൃത്യം തദായാസോ ഹ്യപാർത്ഥക അന്തവത്വാത് ശരീരസ്യ ഫലസ്യേവ വനസ്പതേ. വൃക്ഷങ്ങളുടെ ഫലങ്ങൾ അതാത് സമയം വരുമ്പോൾ പഴുത്ത് താഴെ വീണ പോലെ തന്നെയാണ് നമ്മളും. അതാത് സമയം വരുമ്പോൾ നമ്മുടെ ശരീരവും വീണു പോവുക തന്നെ ചെയ്യും, എത്ര സൂക്ഷിച്ചാലും. അപ്പോൾ മോക്ഷത്തിനായിക്കൊണ്ട് ശരീരത്തിനെ സൂക്ഷിക്കണതിന് തെറ്റില്ല. നമ്മുടെ ആ അന്തിമ ലക്ഷ്യം മറക്കാതെയാണ് നമ്മളെല്ലാ സിദ്ധികളും വന്നാലും അതിനെ കാണേണ്ടത്. അന്തിമ ലക്ഷ്യം എനിക്ക് മോക്ഷമാണ്, അതിന് വിരോധമായിട്ടുള്ളതൊന്നും എനിക്ക് വേണ്ട എന്നുള്ള ആ ഫോക്കസിങ് ഓൺ ദ ലക്ഷ്യം ഈസ് സോ ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. ഇനി 43 നമ്മൾ കഴിയാറായി ഈ അധ്യായമായിട്ട്. 43 44 കൂടിയും കഴിഞ്ഞാൽ നമ്മുടെ ഈ 28-ാം അധ്യായം കഴിഞ്ഞു കേട്ടോ. 43 യോഗം നിഷേവതോ നിത്യം കായശ്ചേത് കൽപ്പതാമിയാത് തശ്രദ്ധ ധ്യാന മതിമാൻ യോഗമുത്സുജ്യമത്പരഃ. നമുക്ക് 43 നോക്കാം. നിത്യം യോഗം നിഷേവതഃ, ദിവസം യോഗാഭ്യാസം ചെയ്യുന്നവൻ്റെ കായ കൽപ്പതാം യത് ചേത്, ശരീരം ദൃഢമായിത്തീരുന്നുവെങ്കിലും, ശരിയാണ് യോഗാഭ്യാസമൊക്കെ ചെയ്താൽ ശരീരത്തിന് ആരോഗ്യമൊക്കെ ഉണ്ടാവും. മതിമാൻ, ബുദ്ധിമാനായവൻ, മത്പര, എന്നെ തന്നെ ആരാധിച്ചുകൊണ്ട്, യോഗം സമാധിയെ ഉത്സൃജ്യ വിട്ട്, യതെന്ന ശ്രദ്ധ, ആ മോഹസിദ്ധികളിൽ വിശ്വാസം വയ്ക്കരുത്. എന്താ പറഞ്ഞ വെച്ചാൽ, ഭഗവാൻ എന്താ പറഞ്ഞ വെച്ചാൽ, ശരീരത്തിന് ഇതുണ്ടാവണമെന്നൊക്കെ നല്ലത് തന്നെ. പക്ഷേ എന്താ നമ്മൾ പറഞ്ഞ, സോറി എൻ്റെ അത് പോയി ഇതുകൊണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ് ഇതിൽ ഭഗവാൻ പറഞ്ഞ വെച്ചാൽ, കാര്യം ശരിയാണ്. ദേഹത്തിന് ഇതുണ്ടാവണമെന്നൊന്നും കുഴപ്പമൊന്നുമില്ല, തരക്കണമൊന്നുമില്ല. പക്ഷേ ഈ ജഡമായിട്ടുള്ള ദേഹത്തെ ഇങ്ങനെയൊക്കെ യോഗാഭ്യാസം കൊണ്ട് മറ്റ് പല വാട്ടെവർ ഉപായം, എന്ത് സൂത്രം ഉപയോഗിച്ചിട്ടും ഈ ജഡമായിട്ടുള്ള ദേഹത്തിനെ സ്ഥിരമാക്കി നിർത്താൻ ആഗ്രഹിക്കുന്നത് വെറും വ്യർത്ഥമായിട്ടുള്ള മോഹമാണ്, അർത്ഥമില്ലാത്ത മോഹമാണത്. അത് വിവേകികളാരും പറഞ്ഞില്ലേ, അത് ഒരു നമ്മളും നശിച്ചു പോകുമെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ആരെങ്കിലും യോഗാഭ്യാസം കൊണ്ട് ദേഹത്തെ സ്ഥിരാക്കി നിർത്താമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ മോക്ഷം ആഗ്രഹിക്കുന്ന ഒരു ഭക്തനും അതിൽ ശ്രദ്ധ കൊടുക്കാൻ പാടില്ല. അതാണ് അതിൽ പറയുന്നത്. എന്താ വെച്ചാൽ, ഈ യോഗം ഇപ്പോൾ ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞ വെച്ചാൽ, യോഗം അനുഷ്ഠിക്കുന്ന ഒരാളുടെ ശരീരം രോഗമില്ലാത്തതായിരിക്കും. പക്ഷേ വിവേകിയായിട്ടുള്ള ഒരു മനുഷ്യൻ
എന്നെ ആരാധിക്കുന്നതിൻ്റെ പ്രാധാന്യം വിട്ടിട്ട് ആരോഗ്യത്തിലും യോഗാനുഷ്ഠാനം കൊണ്ട് ലഭിക്കുന്ന സിദ്ധികളിലും ഒരിക്കലും മനസ്സൂന്നില്ല എന്ന്. അതാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ. ശരിയാണ്, യോഗാനുഷ്ഠാനം കൊണ്ട് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവും, ഫൈൻ, വെരി ഗുഡ്, നന്നായി. പക്ഷേ എന്നെ മോക്ഷം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ ആഗ്രഹിക്കുന്ന ഒരു വിവേകി അതിനൊന്നും അൺഡ്യൂ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അതിന് വേണ്ടതിലധികം ഇമ്പോർട്ടൻസ് ദേഹത്തിനും നമ്മളിങ്ങനെ യോഗാനുഷ്ഠാനം കൊണ്ട് നമുക്ക് തന്നെ വന്നു ചേരുന്ന സിദ്ധികളിലും പ്രാധാന്യം നമ്മൾ നൽകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് മോക്ഷം തന്നെ ആവണം. ആ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിൽ നമുക്ക് ശരീരത്തിന് നല്ല സുഖം വന്നു വെച്ചാൽ നന്നായി. ആ മോക്ഷത്തിന് വേണ്ടി യോഗാനുഷ്ഠാനം ചെയ്യുമ്പോൾ പല സിദ്ധികളും ഉണ്ടായി എന്ന് വരാം, നന്നായി. പക്ഷെ അതർഹിക്കുന്ന പ്രാധാന്യമല്ലാതെ സ്വന്തം സുഖത്തിനായിക്കൊണ്ട് നമ്മളത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കീർത്തിക്കായിക്കൊണ്ടോ ബാക്കിയുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ അത് ഉപയോഗിക്കുന്നത് നമ്മളെ ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ സഹായിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി അവസാനത്തെ ശ്ലോകം നമുക്ക് ചെയ്യാം. യോഗചര്യാമിമാം യോഗി വിചരൻ മദ്വപാശ്രയഃ നാന്തരായേർവിഹന്യേത നിസ്പൃഹ സ്വസുഖാനുഭൂഃ. എന്താണ് അവസാനത്തെ ശ്ലോകം? നിസ്പൃഹ, ഒന്നിലും ആഗ്രഹമില്ലാത്തവനായി, മതപാശ്രയ, എന്നെ തന്നെ ആശ്രയിച്ചവനുമായ യോഗി, അങ്ങനത്തെ ഒരു യോഗീശ്വരൻ, ഇമാം യോഗചര്യാം, ഈ യോഗമാർഗം, വിചരൻ, അനുഷ്ഠിക്കുമ്പോൾ, സ്വസുഖാനുഭൂ, ആത്മസുഖം അനുഭവിക്കുന്നവനായി, അന്തരായേഹി, തടസ്ഥങ്ങളാൽ ന വിഹന്യത, ഒരിക്കലും നശിപ്പിക്കപ്പെടില്ല ആൾ. എന്താണ് ഭഗവാൻ പറയണത്? ഞാനിപ്പറഞ്ഞ യോഗചര്യ ഒരു ഭക്തൻ, എന്നെ സ്നേഹിക്കുന്ന ഒരു ഭക്തൻ, ഇങ്ങനത്തെ സിദ്ധികളിലൊന്നും ശ്രദ്ധിക്കാത്തൊരു ഭക്തൻ, ഉദ്ധവ, ഞാൻ വിവരിച്ച ഈ യോഗചര്യ ആരാണ് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അനുഷ്ഠിക്കുന്നത് എങ്കിൽ ആ യോഗയെ തടസ്സപ്പെടുത്താൻ ഒരാൾക്കെന്നല്ല ഒരു ശക്തിക്കും തന്നെ കഴിയുകയില്ല എന്ന്. ആത്മസുഖം അനുഭവിക്കുന്നവനായി അവൻ എപ്പോഴും ഇരിക്കും. അവൻ്റെ ആത്മാനുഭവത്തിന് തടസ്സമായി ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടാണ് ഭഗവാൻ ഈ 28ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. എന്തൊരു ഇതാണ് പറയണ ഭഗവാൻ, എന്നെ തന്നെ ധ്യാനിച്ച് മോക്ഷം തന്നെയാണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് ഉറപ്പിച്ചിട്ട് സാധന ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും ഒരു തടസ്സവും ഇല്ല, അവരെന്നെ പ്രാപിക്കുക തന്നെ ചെയ്യും എന്നാണ് ഭഗവാൻ പറയണത് കേട്ടോ. എന്നെ തന്നെ ആശ്രയിച്ച് വേറൊന്നിലും ഇച്ഛയില്ലാതെ, അതാ പറഞ്ഞ സിദ്ധികളിലൊന്നേ, അങ്ങനത്തെ ഒരു യോഗി ഇപ്പം ഞാൻ പറഞ്ഞെന്നില്ലേ, ഈ യോഗമാർഗം അനുഷ്ഠിക്കുമ്പോൾ ശരിക്കെന്നെ ബ്രഹ്മാനുഭവം ഉണ്ടാവും. മാത്രമല്ല ആ ബ്രഹ്മാനുഭവത്തിലേക്ക് എത്തിക്കുന്ന വഴിയിൽ ആ സാധകന് ഒരു തരത്തിലുള്ള തടസ്സവും അനുഭവപ്പെടില്ല. അതിനെ ഒരു ശക്തിക്കും തടുക്കാനും കഴിയില്ല എന്ന് പറഞ്ഞ് നിർത്തുകയാണ് നമ്മളിവിടെ. അപ്പോൾ 44ാമത്തെ ശ്ലോകം ഒന്നും കൂടി വായിച്ച് നമുക്ക് ഇന്നത്തെ നിർത്താം. അത് കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് 29, 30, 31 കൂടി ഉള്ളൂ പിന്നെ ഏകാദശം. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമുക്ക് ദ്വാദശായി. അപ്പോൾ നമുക്ക് വായിച്ചതിവിടെ നിർത്താം. യോഗചര്യാമിമാം യോഗി വിചരൻ മദ്വപാശ്രയ നാന്തരായേർവിഹന്യേത നിസ്പൃഹ സ്വസുഖാനുഭൂഃ. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ ശരിക്കും എന്താ പറഞ്ഞു വെച്ചാൽ സംസാര രഹസ്യം തന്നെ പറഞ്ഞു അല്ലേ ഭഗവാൻ. എത്ര കാലമാണ് നമുക്ക് ആത്മാവിനെ ശരീരത്തിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്തത്, അത്ര കാലം നമുക്ക് ഈ സംസാരം വാസ്തവമാണെന്ന് തോന്നും. സ്വപ്നം പരമാർത്ഥമല്ലാച്ചാലും നമുക്ക് സ്വപ്നം കാണുമ്പോൾ അത് സത്യം തോന്നുമല്ലോ. അതുപോലെയാണ്, ഉണർന്നാൽ പിന്നില്ല. അതുപോലെയാണ് നമ്മൾ ഈ അജ്ഞാനത്തിൽ നിന്ന് ഉണർന്നാൽ ഈ സംസാരമില്ല.
അതായത് ആത്മജ്ഞാനം കിട്ടിയാൽ പിന്നെ നമുക്ക് സംസാരമില്ല. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒന്നും തന്നെ നമ്മെ ബാധിക്കില്ല. ആ സംസാര രഹസ്യമാണ്. എന്താ സംസാര രഹസ്യം? ശരിക്കു പറയാച്ചാൽ ബ്രഹ്മസത്യം ജഗന്മിഥ്യ. അതന്നെയാണ് ഭഗവാൻ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നത്. അപ്പം നമുക്കിവിടെ നിർത്താം ഇന്ന്. ഈ സംസാര രഹസ്യം നമ്മുടെ ഉള്ളിൽ നല്ലോണം തെളിഞ്ഞ് പ്രകാശിക്കണേ. നമുക്ക് ഭഗവത് സ്വരൂപം എപ്പോഴും ധ്യാനിക്കാൻ സാധിക്കണേ. നമുക്കെല്ലാവർക്കും ആത്മാനുഭവം ഉണ്ടാവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചെന്ന് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.